എല്ലാവർക്കും സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ കൂട്ടിച്ചേർന്ന ഒരു ചിക്കൻ ഫ്രൈ ഓവനിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആദ്യം മസാല തയ്യാറാക്കാം. കുറച്ച് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ആവശ്യത്തിനിട്ടു, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടു, 1 സ്പൂണ് ഗരം മസാല ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത പേസ്റ്റ്, 1 സ്പൂണ് സോയാ സോസ്, 1 സ്പൂണ് ചില്ലി സോസ്, 2 സ്പൂണ് ടൊമാറ്റോ സോസ്. ഏകദേശം 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂണ് ടൊമാറ്റോ സോസും 1 സ്പൂണ് ചില്ലി സോസും 1 സ്പൂണ് സോയാ സോസുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം സോയാ സോസും ചില്ലി സോസും ഒന്നും ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ കാണത്തില്ല, ഇല്ലെങ്കിൽ അത് ചേർക്കാതിരുന്നാൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും കൂടെ പേസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കും. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് നമ്മളിത് ഓവനിൽ ചെറുതായിട്ട്, ഒലിവ് ഓയിലില്ല, ഞാൻ വെളിച്ചെണ്ണ വച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് ഈ മസാലയെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞെടുത്ത് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആണെങ്കിൽ പച്ചമുളകും അരച്ചതിനകത്ത് ഇച്ചിരി കരിയാപ്പിലയും ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ഇത് ഫ്രൈ ചെയ്യത്തുള്ളൂ. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു, കാരണം ഈ ചിക്കൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് പിന്നെ ആണെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓവന് ഒരു 20 മിനിറ്റ് 220 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഇതിന് മേളിലൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ഗ്രിൽഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ബ്രഷ് കൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കും. കുറച്ച് മാത്രമേ ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുള്ളൂ. ഇനി നമ്മളിത് ഗ്രിൽഡ് ചെയ്തെടുക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ഇനി ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇനിയും ഒരു 45 മിനിറ്റ് 220 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ചിക്കനെ ഗ്രിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓവനിൽ ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ട്. എണ്ണയൊക്കെ വല്ലതും വീഴാനുണ്ടെങ്കിൽ ആ ട്രേയിലേക്ക് വീണോളും. ഇനി ഇത് 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് നോക്കിയായിരുന്നു. അപ്പം കുറച്ചുകൂടെ വേവാനുണ്ട്. വീണ്ടും ഞാനതൊരു 20 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കനെല്ലാം
നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു 45 മിനിറ്റ് വെച്ചായിരുന്നു, അന്നേരം ശരിക്കും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് കൂടെ വെച്ചു. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ഓവൻ അനുസരിച്ചാണ് സമയം ക്രമീകരിച്ച് വെക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വേവാനുള്ളത് കൊണ്ട് ഞാൻ ഒരു 20 മിനിറ്റ് കൂടെ വെച്ചു. ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വിധത്തിൽ ചിക്കൻ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെ ചിക്കൻ ഫ്രൈയുടെ സൈഡായിട്ട് നല്ല ചൂട് ആവി വിറക്കുന്ന ചിരട്ടപ്പൊട്ടും നല്ല ചൂട് ചിക്കൻ കറിയും ഉണ്ട്. ഇതാണ് ഈ ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കുന്നത്. അപ്പം എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം.